ബൂവനോസ് ഐറിസിലെ സെന്റ് മേരീസ് ദേവാലയത്തിൽ ഫാദർ അലജാൻഡ്രോ പെസറ്റ് ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദിവ്യകാരുണ്യ സ്വീകരണ സമയത്ത് ഒരു വിശ്വാസി വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ തിരുവോസ്തി താഴെ വീണു. തിരുവോസ്തിയിൽ അഴുക്ക് പുരണ്ടെന്ന് കരുതിയ വിശ്വാസി അത് തറയിൽ നിന്ന് എടുക്കാതെ അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. എന്നാൽ ഇത് കാണാനിടയായ ഭക്തനായ ഒരു വ്യക്തി ഉടനെ തന്നെ വൈദികനെ വിവരമറിയിച്ചു. അദ്ദേഹം തിരുസഭയുടെ നിയമപ്രകാരം തിരുവോസ്തി വെള്ളത്തിലിട്ട് ഒരു പാത്രത്തിലാക്കി സക്രാരിയിൽ സൂക്ഷിച്ചു വെച്ചു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നോക്കിയപ്പോൾ തിരുവോസ്തി മാംസമായി കാണപ്പെട്ടു. ഇതിൻ്റെ ശാസ്ത്രീയ പഠനങ്ങളും ചരിത്ര വസ്തുതകളും ഇപ്രകാരമാണ്. കാർഡിനൽ ഹോർഹെ ബെർഗോളിയോ തിരുവോസ്തിയുടെ സാമ്പിൾ പരിശോധനയ്ക്കായി പ്രഗത്ഭനായ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഫെഡറിക് സുഹീബയെ ഏൽപ്പിച്ചു. ഹൃദയപേശികൾക്ക് വീക്കം സംഭവിച്ചതിനാൽ ധാരാളം വെളുത്ത രക്താണുക്കൾ ഇവയിൽ കാണുന്നു. ഈ അത്ഭുതത്തെക്കുറിച്ച് ഫെഡറിക് സുഹീബയ ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തി: ഹൃദയവാൽവിനടുത്തുള്ള ഇടത്തെ വെൻട്രിക്കിളിലെ ഹൃദയപേശികളാണ് ഇവ. ഈ പേശികളാണ് ഹൃദയം ചുരുങ്ങാനും വികസിക്കാനും സഹായിക്കുന്നത്. ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും വാർന്നുപോയ രക്തത്തിൽ 15 മിനിറ്റുകൾക്കകം വെളുത്ത രക്താണുക്കൾ നശിക്കാൻ തുടങ്ങും. എന്നാൽ 1996 നടന്ന ഈ അത്ഭുതത്തിൽ നിന്നും ലഭിച്ച സാമ്പിളിൽ 2005 വെളുത്ത രക്താണുക്കൾ നശിക്കാതെ കാണപ്പെട്ടു. ഈ വ്യക്തിക്ക് നെഞ്ചിൽ ശക്തിയേറിയ അടികൾ ലഭിച്ചിരുന്നതായി പരീക്ഷണത്തിൽ വെളിപ്പെട്ടു. ഈ സാമ്പിൾ തിരുവോസ്തിയുടെ ഭാഗമാണ് എന്നറിഞ്ഞപ്പോൾ ഫെഡറിക് സുഹീബയ ഇങ്ങനെ പ്രതികരിച്ചു: തിരുവോസ്തി അതിൻ്റെ സ്വഭാവ ഗുണം വെടിഞ്ഞ് എങ്ങനെയാണ് മനുഷ്യൻ്റെ ശരീരമായി മാറുന്നത് എന്ന് വിശദീകരിക്കാൻ ശാസ്ത്രത്തിന് സാധിക്കില്ല. കാരണം ഇതൊരു രഹസ്യമാണ്. വിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ സാന്നിധ്യം യാഥാർത്ഥ്യമാണെന്ന് ഈ അത്ഭുതം നമ്മെ പഠിപ്പിക്കുന്നു.